PT ഏത് ടെസ്റ്റ് ആയാലും നിങ്ങൾക്ക് if you want to crack PT with the best score, you can approach Ion Group of Institutions because it provides you a complete offline coaching, providing all the tips and techniques and guidance for acquiring all the 20 question types in PT. Hi dears, it's me Asha Brujilal, PT trainer, Ion Group of Institutions. ഈയിടെയായിട്ട് പിയേഴ്സൺ ഇംഗ്ലീഷ് ടെസ്റ്റ് അഥവാ PT പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, കാനഡ SDS ആപ്ലിക്കേഷനും PT അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ IELTSനെ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫഷൻസി ടെസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് PT. ഈ സാഹചര്യത്തിൽ PT എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായൊരു ധാരണ എല്ലാവർക്കും ആവശ്യമാണ്. PTയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് PT ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് PTയിലും 4 സ്കിൽസും അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 4 സ്കിൽസ് അസസ്മെൻറ്റ് ആർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ സെർട്ടൻ മോഡ്യൂൾസ്. നമുക്ക് IELTSനറിയാം 4 സ്കിൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് 4 സെപ്പറേറ്റ് മോഡ്യൂൾസ് ഉണ്ട്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. പക്ഷേ PTയിൽ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. 4 സ്കില്ല് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 പാർട്ടുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, PTയുടെ 3 പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, ഹിയർ ദ കാൻഡിഡേറ്റ് ഈസ് അസസ്ഡ് ഇൻ their speaking skill, listening skill as well as writing skills. ഈ 3 സ്കില്ലും അവിടെ അസസ്മെൻറ്റ് നടക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് അസസ്മെൻറ്റ് നടക്കുന്നത്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ലിസണിംഗ് ആണ്. ലിസണിംഗ് എന്ന് പറയുമ്പം അവിടെ ലിസണിംഗ് സ്കില്ലും അസസ് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് സ്കില്ലും അസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ PTക്ക് നമുക്ക് 3 പാർട്ടുകളാണുള്ളത്: സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, റീഡിംഗ്, ദെൻ ലിസണിംഗ്. ഈ ഓരോ പാർട്ടിനെ പറ്റിയും ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇനി വരുന്ന വീഡിയോയിലുണ്ടാവും. സോ കീപ് വാച്ചിങ് ദ വീഡിയോസ് ഓഫ് ഇയോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.